കെ ഖാദർ സാഹിബിൻ്റെ ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശിതമാകാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ പലതും വായിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ പുസ്തകം എന്തുകൊണ്ട് ഇതുപോലെ മറ്റു പുസ്തകങ്ങളൊന്നും ഇതുപോലെ എന്തുകൊണ്ടായിരുന്നു പ്രകാശനം ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പുസ്തകങ്ങളൊക്കെ വ്യാകരണം ഉണ്ടായിരുന്നു. ഇപ്പം ഈ പുസ്തകത്തിന് വ്യാകരണം ഇല്ലാത്തത് കൊണ്ടാണ്, നേരത്തെ സ്റ്റേജിൽ പറഞ്ഞതുപോലെ വ്യാകരണം ഇല്ലാത്തവരുടെ സദസ്സായതുകൊണ്ടാവും ആ പുസ്തകം ഇവിടെ തന്നെ പ്രകാശനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത്. സന്തോഷമുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും ഒരു വ്യാകരണമില്ലാത്ത മനുഷ്യനാണ് കെ ഖാദർ സാഹിബ് എന്ന് തോന്നിയിട്ടില്ല. കുറേ കാലമായിട്ട് അദ്ദേഹവുമായിട്ട് അടുത്ത പരിചയമുണ്ട്. അദ്ദേഹം CPI പ്രവർത്തിച്ച കാലം തൊട്ട് തന്നെ പരിചയമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. പിന്നെ അദ്ദേഹം മുസ്ലിം ലീഗിൽ വന്നു. അതിനിടയ്ക്ക് ചൈനയിലും റഷ്യയിലും ഒക്കെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റെ കുറിച്ച് പഠിക്കാൻ. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് ലീഗിൽ വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്, കമ്മ്യൂണിസത്തിൽ ഇങ്ങനെ പോയപ്പോൾ അതൊരു സൈദ്ധാന്തികത ഇവിടെ ഒരു പ്രതലമാണ്. എന്നാൽ സൈദ്ധാന്തികതകൾക്കപ്പുറം പ്രായോഗികത മുസ്ലിം ലീഗിനാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം പിന്നെ മുസ്ലിം ലീഗിലേക്ക് വന്നത്. അത് ഞങ്ങൾക്കൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹം നല്ലൊരു, ഇപ്പം പറഞ്ഞ പോലെ ഒരു കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, എന്നാലും നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു പ്രഭാഷകനാണ്, പൊതുപ്രവർത്തകനാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന്. സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയും. പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, നല്ല കഥാകാരനാണ്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ അഭിഭാഷകനാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ നല്ല അഭിഭാഷകനാണെന്ന് പറയാറില്ല. എന്നാൽ ഖാദർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ് എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് കേസുകൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി, അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ തന്നെ അദ്ദേഹം കേസുകൾ നടത്തി പരിചയമുണ്ട്. അതിലൊക്കെ പല കേസിലും അദ്ദേഹത്തിന് നല്ല വിജയവും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. പിന്നെ ലീഗിൽ വന്നതിന് ശേഷം ആണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത് എന്നുള്ളതിൽ നമുക്കൊരു വലിയ സന്തോഷമുണ്ട്. നല്ലൊരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെയേറെ അറിയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മുസ്ലിം ലീഗിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് MLA ആവാൻ കഴിഞ്ഞു. സാമാജികൻ എന്നുള്ള നിലക്കും അദ്ദേഹം നല്ല സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലക്ക് നിയമനിർമ്മാണ സഭയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം നിയമനിർമ്മാണ സഭയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പുതിയ MLA വരികയാണല്ലോ, അവർക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ അതവിടെ കിട്ടും. അതൊക്കെ വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എല്ലാ കാര്യത്തും പഠിച്ചുകൊണ്ട് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ വ്യാകരണം ഇല്ലാത്ത ഒറ്റ കാര്യം ഞാൻ കണ്ടത്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചില എക്സ്പ്രഷൻസ് ഉണ്ട്. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വ്യാകരണവും അതിലുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം നർമ്മമായിരിക്കും പറയുന്നത്, തമാശ പറയുന്നത്, പക്ഷെ മുഖത്ത് അത് പ്രകടമാവുകയില്ല. എന്നാൽ വേറെ എന്തെങ്കിലും കാര്യമായ പുസ്തകം പറയുമ്പോൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും പറയാം. അപ്പോൾ മുഖത്തെ എക്സ്പ്രഷൻസിൽ അദ്ദേഹം വ്യാകരണം നോക്കാറില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുസ്തകം പ്രകാശിതമാക്കാൻ കഴിയുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിലുള്ള ഒരുപാട് പേരെ ആ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എന്നും ഞാൻ ആ പുസ്തകം ഫുള്ള് വായിച്ചിട്ടില്ലെങ്കിലും മറിച്ചു നോക്കിയിട്ടുണ്ട്. വേദിയിലും സദസ്സിലൊക്കെ ഉള്ള ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളായിട്ടും പരാമർശ വിധേയമായിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുണ്ടായിട്ടും അവരെക്കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഇനിയും അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് ഗ്രന്ഥങ്ങളും സാഹിത്യ രചനകളും ഒക്കെ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.